ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഓണത്തിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന വിശേഷങ്ങളായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഓലനാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. കുമ്പളങ്ങ, പയർ, കോട്ടപ്പയറില്ലേ അത്, പച്ചക്കായ, ഇതെല്ലാം കൂടി എടുത്ത് എല്ലാം കഴുകിയിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഇട്ടിക്കണം. എന്നിട്ട് കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ടു. സദ്യയിലുള്ള ഓരനാണ്. അപ്പോൾ പച്ചമുളക് നച്ചത്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, പച്ചമുളകാണ് മുറിച്ചിട്ടിട്ടുള്ളത്. അപ്പം ആവശ്യത്തിന് ഉപ്പിടും. കുമ്പളങ്ങൾക്ക് വെള്ളം ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. കുമ്പളങ്ങേൻ്റെ വെള്ളം ഒഴിക്കല്ലേ. അപ്പം അതുകൊണ്ട് അടിച്ചു വെക്കാം നമുക്ക്. അപ്പോൾ അതവിടെ നിന്നാവട്ടെ. ഇനി നമുക്ക് അടുത്തത് പച്ചടിക്കുള്ള കഷ്ണങ്ങളെല്ലാം മുറിച്ചിടണം. അപ്പോൾ ഇനി പച്ചടിക്കുള്ള മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ പച്ചടി എടുപ്പത്ത് വെക്കട്ടെ ഗൈസ്. ആദ്യം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചട്ടിയിലേക്ക് ഇട്ട് വെക്കും. ഇനി ഇതിനുള്ള അരവ് ശരിയാക്കണം. ഓലന് വേണ്ട തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കണം. പിന്നെ പ്രഥമൻ വെക്കുന്നത് അതിന് വേണ്ട തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. പാലിൻ്റെ പണി ബാക്കിയാണ്. അപ്പം ഞാൻ 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് മുറിച്ചിട്ടുണ്ട്. ഇഞ്ചിയാണ് പച്ചരിക്കകത്ത് വേണ്ടത്. അപ്പം അതും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇഞ്ചിയും കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം വെക്കുന്നുള്ളൂ. കുമ്പളങ്ങൾക്ക് വെള്ളം ഉള്ളതുകൊണ്ട് അധികം വെള്ളം വയ്ക്കുന്നില്ല, കുറച്ച്. അപ്പം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അതുപോലെ അടച്ചു വെക്കട്ടെ. എന്നിട്ട് ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഗൈസ് എൻ്റെ ഓല നോക്കട്ടെ. ഓലെല്ലാം നല്ല അടിപൊളിയായിട്ട് ബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ വെച്ച് നമുക്ക് നമ്മുടെ ഓല റെഡിയായി. തീ ഓഫാക്കാം. ഓല ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഉണ്ടല്ലോ, നല്ല അടിപൊളികൾ. ഇനി പച്ചടി നോക്കട്ടെ.
തഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തൈരും തേങ്ങയെല്ലാം ചേർത്തിട്ട് റെഡിയാക്കി വെക്കാം. എന്നിട്ട് പച്ചക്കറി വറുത്തിടണം. എന്നിട്ട് കാണിക്കാം. അപ്പം അതും അങ്ങനെ. ഇനി അടുത്ത ചോറ് വെക്കണം, ഉപ്പേരിക്കുള്ള മുറിച്ചിടണം, അങ്ങനെയെല്ലാം ഉള്ള പണിയുണ്ട്. അപ്പം ഗൈസ്, ഞാൻ പ്രഥമനുള്ള ചെറുപയർ പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടല്ലോ. ഇനി ഇത് കഴുകിയെടുക്കണം. ഇപ്പോൾ ഉരുളി വെക്കണം. ഉരുളിയിലാണ് ഞാൻ ആക്കുന്നത്. ഉരുളി ചൂടാകുമ്പം ലാസ്റ്റിലത്തെ പാലിൻ്റെ അകത്താണ് പരിപ്പിനെ വേവിക്കുന്നത്. അതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളെല്ലാം. അപ്പം ഗൈസ്, എൻ്റെ ഇതാ പച്ചടിയും കൂടി റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, പച്ചടി റെഡിയായി. അപ്പം അതിനെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പം പ്രഥമനുള്ളത് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് പരിപ്പ്. പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാം ആവട്ടെ. അപ്പം ഗൈസ്, എൻ്റെ എല്ലാ പരിപാടിയും റെഡി ആയിട്ടുണ്ട്. കേബേജ് ഉപ്പേരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രഥമനുമായിട്ടുണ്ട്. ചോറെടുത്ത് വാർക്കാം. അതും കൂടിയായ എല്ലാ പരിപാടിയും തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ പ്രഥമനായത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇതാ ഇവിടെ റെഡിയായിരിക്കുകയാണ് ഗൈസ്. കണ്ടല്ലോ, കേബേജ് തോരൻ ഇതാ എല്ലാം റെഡിയായി. ഇതാ അടുത്തത് ഇതാ പച്ചടി, ഓലൻ, എല്ലാവരും ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഏട്ടൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോവുമായിട്ട് നമുക്ക് കാണാം. ബൈ.